തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. സ്റ്റൈപ്പൻഡ് വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. ഏപ്രിൽ മാസത്തെ സ്റ്റൈപ്പൻഡ് ഇതുവരെയും ലഭ്യമായിട്ടില്ലെന്ന് PG ഡോക്ടർമാർ അറിയിച്ചു. അക്ഷയ കൃഷ്ണാനന്ദ് വിവരങ്ങൾ നൽകും. അക്ഷയ, കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ. ഇനി ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമ്പോൾ എന്തുകൊണ്ട് സ്റ്റൈപ്പൻഡ് വൈകുന്നില്ല, എന്താണ് കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നിന്ന് ട്രഷറിയിലേക്ക് ബില്ല് നൽകുന്നതിൽ വൈകുന്നത് കൊണ്ടാണ്, ബില്ല് സമർപ്പിക്കാൻ വൈകുന്നത് കൊണ്ടാണ് ഇവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നത് വൈകുന്നത് എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ PG ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഇത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 6 മാസവും ഇവർക്ക് സ്റ്റൈപ്പൻഡ് ലഭിച്ചത് വളരെ വൈകിട്ടാണ്. DMAയുടെ ഉത്തരവനുസരിച്ച് എല്ലാ മാസവും 5-ാം തീയതി തന്നെ PG ഡോക്ടർമാർക്ക് ഈ സ്റ്റൈപ്പൻഡ് നൽകണം എന്നൊരു ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഉത്തരവ് പാലിക്കപ്പെടുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് പലതവണ പ്രിൻസിപ്പളെ കണ്ടിട്ടും ഇതിനകത്തൊരു പരിഹാരം ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് PG ഡോക്ടർമാർ ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാർ ഇന്നലെ ഈ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായത്. അതായത് ഇതിനകത്തുള്ള ഒരു സാങ്കേതികത്വം പറഞ്ഞിട്ടാണ് അവർ ഈ പ്രശ്നം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതാണ് ഈ PG ഡോക്ടർമാർ ഇന്നലെ പറയുന്നത്. അതായത് ഇതിനകത്ത് ഇവരുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിൽ വൈകിപ്പിക്കൽ നടക്കുന്നു. ഇതാണ് ഈ ഒരു അറ്റൻഡൻസ് നൽകുന്നത് വൈകിപ്പിക്കുന്നത് മൂലമാണ് ബില്ല് സമർപ്പിക്കാനും വൈകുന്നത്. ഇതൊരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ് എന്നുള്ളതാണ് ഈ PG ഡോക്ടർമാർ പറയുന്നത്. അതായത് മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട ശമ്പളവും സ്റ്റൈപ്പൻഡും എല്ലാം തന്നെ കൃത്യസമയത്ത് ലഭിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ടവരാണ് എന്നുള്ളൊരു ബോധം അവർക്കുള്ളത് കൊണ്ടാണ് അവർ ഇത്തരത്തിൽ വൈകിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ PG ഡോക്ടർമാർ ആരോപിക്കുന്നത്. അത്തരത്തിൽ ഇന്നലെ പ്രതിഷേധ മാർച്ച് നടത്തുകയും പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നിന്ന് അവരെ വിളിക്കുകയും ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ 12-ാം തീയതിയായി, എന്നിട്ടും ഇതുവരെ 5-ാം തീയതി ലഭിക്കേണ്ട സ്റ്റൈപ്പൻഡ് ഏപ്രിൽ മാസത്തെ സ്റ്റൈപ്പൻഡ് ആണെന്ന് ഓർക്കണം. ഏപ്രിൽ മാസത്തെ സ്റ്റൈപ്പൻഡ് 5-ാം തീയതി ലഭിക്കേണ്ടതാണ്, മെയ് 5-ന് ലഭിക്കേണ്ടതാണ്. ഇതുവരെ അത് ലഭിക്കാത്തത് കൊണ്ട് അവർ ഇന്നലെ പ്രിൻസിപ്പളെ കണ്ട് കാര്യം അറിയിച്ചപ്പോഴും അതിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു പരിഹാരമൊന്നും ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് അവർ നീങ്ങുന്നത്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവിഭാജ്യ ഘടകമാണ് ഈ PG ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ദിനംപ്രതി നിരവധി രോഗികൾ എത്തുന്ന ഒരു മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അപ്പോൾ അവിടെ ഈ PG ഡോക്ടർമാരും കൂടെ സമരത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ തകിട് മറിയുന്ന ഒരു സാധ്യത അവിടെയുണ്ട്, സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഇത് വൈകിപ്പിക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത് കിട്ടുന്നുണ്ട്, അതിൽ പ്രശ്നങ്ങളൊന്നും കിട്ടില്ല. അതായത് എല്ലാ മാസവും അവർക്ക് വൈകിയാണ് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് അവർ ആരോപിക്കുന്ന ഒരു പ്രശ്നം, പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇത് അവരുടെ ജീവിതത്തെ കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് അവർ നീങ്ങിയിരിക്കുകയാണ്. OP സേവനങ്ങളെല്ലാം തന്നെ തടസ്സപ്പെടും. എന്നാൽ അടിയന്തര സേവനങ്ങൾ ലഭ്യമാകുമെന്നും PG ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചിട്ടുണ്ട്. ജിൽസി.